തപസ്സുകാലം 3-ാം ഞായർ ആമുഖം. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ നവീകരണത്തിന്റെ പാതയിൽ തപസ്സുകാലം 3-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഞായറാഴ്ചയിലെ തിരുവചനങ്ങൾ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് മനുഷ്യഹൃദയത്തിന്റെ ആഴമേറിയ ദാഹത്തിലേക്കും അത് ശമിപ്പിക്കുന്ന ദൈവത്തിന്റെ ജീവജലത്തിലേക്കുമാണ്. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഇസ്രയേൽ ജനം ദാഹം സഹിക്കവയ്യാതെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നതും, എന്നാൽ ദൈവം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് അവരുടെ ദാഹം തീർക്കുന്നതും 1-ാം വായനയിൽ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിലും പ്രതിസന്ധികൾ വരുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ സംശയിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ശാരീരികമായ ദാഹത്തേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാവിന്റെ ദാഹം തിരിച്ചറിയാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. സമരിയായിലെ യാക്കോബിന്റെ കിണറിനടുത്ത് വച്ച് ഒരു പാപിനിയായ സ്ത്രീയോട് ഈശോ സംസാരിക്കുന്നു. പാപത്തിന്റെ വഴികളിൽ അലഞ്ഞ് മനസമാധാനത്തിനായി ദാഹിച്ച അവൾക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്നത് ലൗകികമായ ജലമല്ല, മറിച്ച് ഒരിക്കലും ദാഹിക്കാത്ത ജീവജലമാണ്. നീ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന കർത്താവിന്റെ വചനം ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. ലൗകിക സുഖങ്ങളിലും പാപ സാഹചര്യങ്ങളിലും നാം തേടുന്ന താൽക്കാലിക സന്തോഷങ്ങൾ നമ്മുടെ ദാഹം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പാപികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നുവെന്ന് പൗലോസ്ലീഗ 2-ാം വായനയിൽ വ്യക്തമാക്കുന്നു. ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, എന്റെ ആത്മാവ് എന്തിനു വേണ്ടിയാണ് ദാഹിക്കുന്നത്? നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാനും ആത്മീയമായ ഉന്മേഷം പ്രാപിക്കാനും സമരിയാക്കാരിയെ പോലെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ ദിവ്യബലിയിൽ പങ്കുചേരാം.